നാശത്തിന്റെ വക്കിലായ കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക ക്ലാസിക്കൽ കലാ മ്യൂസിയത്തിന്റെ നവീകരണം ആരംഭിച്ചു. 33,64,000 രൂപ ചെലവഴിച്ചാണ് നവീകരണം. പുരാവസ്തു വകുപ്പും ദേവസ്വം ബോർഡുമായുള്ള തർക്കം പരിഹരിച്ചതോടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലാണ് മ്യൂസിയത്തിന്റെ നവീകരണത്തിനായി തുക അനുവദിച്ചത്. പക്ഷേ പുരാവസ്തു വകുപ്പും ദേവസ്വം ബോർഡുമായുള്ള തർക്കത്തെ തുടർന്ന് നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങാനായില്ല. കാലപ്പഴക്കം ചെന്ന കൊട്ടാരത്തിന്റെ മേൽക്കൂരകൾ ചോർന്നൊലിക്കുന്നതിനാൽ പഴമയുടെ കാഴ്ചവസ്തുക്കളെല്ലാം തന്നെ നാശത്തിന്റെ വക്കിലായിരുന്നു. തർക്കങ്ങൾക്ക് പരിഹാരമായതോടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച 33,60,000 രൂപ ഫണ്ട് ഉണ്ടായിരുന്നെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ ദേവസ്വം ബോർഡുമായിട്ടുള്ള ചില ഇഷ്യൂ പ്രകാരം നമുക്ക് പണി കുറച്ച് നീണ്ടുപോയി. എങ്കിലും ദേവസ്വം ബോർഡുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് പണി തുടങ്ങാനുള്ള അനുവാദം ദേവസ്വം ബോർഡിൽ നിന്ന് കിട്ടുകയും പുതിയ എഗ്രിമെൻറ്റും പ്രകാരം ഈ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട്. ₹1 വാടകയിലാണ് 2011 മുതൽ കഥകളി മ്യൂസിയം തമ്പുരാൻ മ്യൂസിയത്തിൽ പ്രവർത്തിക്കുന്നത്. ജീവനക്കാർക്ക് അടിസ്ഥാന സൗകര്യം പോലും ലഭ്യമാക്കാതെയാണ് മ്യൂസിയം വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്നതെന്നും ആരോപണമുണ്ട്. ഓടുകൾ ഇളക്കി പുതിയത് സ്ഥാപിച്ചും പുതിയ തടികൾ ഉപയോഗിച്ചും തന്നെ പഴമ നിലനിർത്തി നവീകരിക്കാനാണ് നിലവിലെ തീരുമാനം. മോശമായിട്ടുള്ള തടികളെല്ലാം മാറ്റിയിട്ട് നല്ല ആഞ്ഞിൽ തടിയിൽ, വെള്ളമൊന്നുമില്ലാതെ നല്ല ആഞ്ഞിൽ തടിയിൽ അതിൽ പുറത്ത് അണ്ടിക്കറ അടിച്ച് അങ്ങനെയാണ് പൂർത്തീകരിക്കുന്നത്. കൊട്ടാരം ദേവസ്വം ബോർഡിന്റേതാണെന്നും പൊതുമുതലാണെന്നുമുള്ള അവകാശ തർക്കം നിലനിന്ന സാഹചര്യത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നിലച്ചത്. ഗണപതി ക്ഷേത്രത്തിന് സമീപമായി പ്രവർത്തിക്കുന്ന പൈതൃക കേന്ദ്രത്തിന്റെ രാജവീതികൾ സംരക്ഷിക്കണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ്. ആട്ടക്കഥയുടെ ഉപജ്ഞാതാവായ ബീര കേരളവർമ്മയുടെ പേരിലുള്ള മ്യൂസിയം നവീകരിക്കുന്നതോടെ കൂടുതൽ സഞ്ചാരികൾ കൊട്ടാരക്കരയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. 24 കൊല്ലം.